ഹലോ കൂട്ടുകാരെ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു സ്റ്റോറിയാണ്. അത് ഞാനൊരു പാർട്ടായിട്ടാണ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഇതൊരു ലവ് സ്റ്റോറിയാണ്. അവസാനം ഒരു ട്വിസ്റ്റ് ഉണ്ട്. അതെന്തായാലും നമുക്ക് അവസാനം കേൾക്കാം. അപ്പം നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോകാം. വർഷങ്ങൾക്ക് മുമ്പ് ഒരു കല്യാണ വീട്ടിലെ ബഹളങ്ങൾക്കിടയിലാണ് ആ കഥ തുടങ്ങുന്നത്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ചുറ്റുമുള്ള ലോകം വെറുമൊരു കൗതുകം മാത്രമായിരുന്നു. അവിടെ നീല ഷർട്ടിട്ട് കുറച്ച് ഷോ എന്ന് പറയുമ്പോൾ പെൺകുട്ടികളെ കാണുമ്പോൾ ചില പയ്യന്മാർക്കുണ്ടാവില്ലേ, അതന്നെ ഒക്കെ കാണിച്ച് ഒരാൾ പിന്നാലെ നടന്നപ്പോൾ അവൾക്കതൊരു തമാശയായി മാത്രമാണ് തോന്നിയത്. ആ തിരക്കിൽ ആ നീല ഷർട്ടിൻ്റെ നിറം അവളുടെ ഓർമ്മകളിൽ നിന്ന് മാഞ്ഞുപോയി. കാലം പിന്നെയും കടന്നുപോയി. കൊടുങ്ങല്ലൂരിലെ തിരക്കുള്ള ട്യൂഷൻ ക്ലാസ്സുകൾക്കിടയിൽ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ വീണ്ടും ആ നോട്ടം അവളെ തേടിയെത്തി. ഇഷ്ടമാണെന്ന് പറയാൻ കൂട്ടുകാരെ വിട്ടുനോക്കിയെങ്കിലും 10ാം ക്ലാസ്സുകാരിയുടെ ഗൗരവത്തിൽ അവൾ അതൊക്കെ നിരസിച്ചു. ആ അധ്യായം അവിടെ അവസാനിച്ചു എന്ന് അവൾ കരുതി. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. അപ്പോൾ ഈ പെൺകുട്ടി 10ാം ക്ലാസ് കഴിഞ്ഞ് ഇങ്ങനെ +1 ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഥയിലോട്ട് പോവാം. അപ്പോൾ ഈ പെൺകുട്ടി വീടിൻ്റെ അടുത്തുള്ളൊരു സ്കൂളിൽ ജോയിൻ ചെയ്തു. അപ്പോൾ +1 കാലഘട്ടമാണ് പറയാൻ പോകുന്നത്. ഒരു ദിവസം NSSൻ്റെ ഫോം, അതായത് നമ്മൾ NSSനൊക്കെ +1 പഠിക്കുമ്പോൾ ജോയിൻ ചെയ്യില്ല, അതന്നെ NSS ഫോം കൊടുക്കാൻ പോയപ്പോൾ ദൂരെ നിന്ന് ഒരാൾ നോക്കുന്നു. അത് മറ്റാരുമായിരുന്നില്ല, 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ താൻ നിരസിച്ച അതേ കാർത്തിക്. അപ്പോൾ കൂട്ടുകാരെ, കഥ ഇവിടെ നിൽക്കട്ടെ. ഇതിൻ്റെ ബാക്കി എന്തായാലും ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാം. എന്തായാലും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ്. അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ സാധാ ഒരു ഇൻഷോട്ടിലൊക്കെ വെച്ചിട്ടാണ് എഡിറ്റ് ചെയ്യുന്നതും സൗണ്ട് സെറ്റാക്കുന്നതൊക്കെ. അപ്പോൾ അതിൻ്റേതായ പിന്നെ എനിക്കങ്ങനെ എഡിറ്റ് ചെയ്യാനോ അങ്ങനെ അറിയില്ല, അതിൻ്റേതായ കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളതൊക്കെ ക്ഷമിക്കണം. അപ്പോൾ നിങ്ങളിത് കേട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു പാട്ട് ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും. അപ്പോൾ ബായ് കൂട്ടുകാരെ.